പ്രിയമുള്ളവരെ, ഇന്ന് 7ാം ക്ലാസ്സിലെ കണക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഫ്രാക്ഷൻസുകളാണ്. ഇവയെ നമുക്ക് ഡെസിമൽ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതായത് പോയിൻ്റ് ഇട്ട് എഴുതുന്ന രീതിയിലേക്ക് മാറ്റണം. ഇപ്പോൾ 56/10 ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ 56 അതുപോലെ തന്നെ എഴുതുക. ഇവിടെ എത്ര പൂജ്യമുണ്ട്? എപ്പോഴും താഴത്ത് വന്നിരിക്കുന്ന നമ്പർ എപ്പോഴും 1 പിന്നെ 0 അങ്ങനെയായിരിക്കും വരിക. ആദ്യം 1 ആയിരിക്കും, പിന്നെ സീറോസ്. അത് ചിലപ്പം 1 0 ഉണ്ടാവും, ചിലപ്പോൾ 2 0. അത് 10ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ അല്ല 10, 100, 1000 ആ രീതിയിലായിരിക്കും പിന്നെ ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പോൾ ഇവിടെ നോക്കാം 56/10. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 1 0 അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിലെ 56-ലെ റൈറ്റിൽ നിന്നും ഒരു നമ്പർ വിട്ടിട്ട് കൊത്തിടാം. അതായത് 5.6 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 45/10. ഇവിടെയും നമുക്ക് എന്താ ചെയ്യുക? തന്നിരിക്കുന്ന 45-നെ നമുക്ക് ഇവിടെ എടുത്തെഴുതാം. ഇവിടെ 1 0 ഉള്ളത് കൊണ്ട് റൈറ്റിൽ നിന്ന് വലത് വശത്തു നിന്നും ഒരു സ്ഥാനം മാറ്റി കുത്തിടാം. 4.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതിനെയാണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ അതേപോലെ നോക്കിയാൽ 29/10, 29/10. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായല്ലേ? എത്രയാണ്? യെസ്, 2.9 ആണ്. എന്നാൽ ഈ ഒരു ആൻസറിലോട്ട് പോകാം. ഇവിടെ നോക്കുക 14/100. ഇവിടെ നമ്മളെല്ലാം 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു 0 കൂടെ വന്ന് 100 ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന 14 നമുക്ക് എടുത്തെഴുതാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യങ്ങളുണ്ട്, 2 സീറോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 2 നമ്പർ മാറ്റി കുത്തിടാം. 1 2 ഇവിടെ നമുക്ക് കുത്തിടാം. അപ്പോൾ 0.14 എന്ന് എഴുതിയാൽ ആൻസറായി. പിന്നെ നമ്മൾ അല്പം കൂടെ ഭംഗിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 0.14 എന്ന് എഴുതും. 0.14 എന്ന് എഴുതുന്നത് ശരിയാണ്. സാധാരണ നമ്മൾ എഴുതുമ്പോൾ 0 ഇവിടെ ഇടാറുണ്ട്. 0.14 എന്ന് കിട്ടി. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ 32/100. ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? 32 ആദ്യം നമ്മൾ എഴുതുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം 1 ആയിരിക്കണം, പിന്നെ പൂജ്യങ്ങളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 1 2 0 അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. 10 100 1000 16 ഈ രീതിയിലുള്ള നമ്പറുകളായിരിക്കണം ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് 32 നമ്മൾ എഴുതി. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 2 സ്ഥാനം മാറ്റി കുത്തിടണം. 1 2 ഇവിടെ നമ്മൾ കുത്തിടും. അത് നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 0.32 ആണ്. നമ്മളതിന് 0.32 എന്ന് എഴുതും. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോയി. ഇവിടെ 415/100 ആണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ന്യൂമറേറ്ററിൽ തന്നിരിക്കുന്ന നമ്പറുകൾ നമ്മൾ എഴുതും. 4 1 5. ഓക്കെ, പിന്നെ എത്ര 0 താഴെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 2 പൂജ്യങ്ങളുണ്ട്. അതുകൊണ്ട് റൈറ്റിൽ നിന്ന് വലതുവശത്ത് നിന്ന് 2 സ്ഥാനം 1 2 സ്ഥാനം മാറ്റി കുത്തിരും. അതായത് 4.15 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. നമുക്ക് ഇനി അടുത്ത 1-2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 263/1000. നമ്മൾ നേരെ 100 കൊണ്ടാണ് ചെയ്തത്. ഇവിടെ 1000 കൊണ്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയും നമ്മൾ മാറ്റമൊന്നുമില്ല. ആദ്യം തന്നിരിക്കുന്ന നമ്പറുകളാണ് നമ്മൾ എഴുതുക. എത്രയാണ്? 263. ഇത് നമ്മൾ എഴുതണം. പിന്നെ ഇവിടെ എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കണം. 1 2 3 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറണം റൈറ്റിൽ നിന്ന്. അപ്പോൾ 1 2 3 സ്ഥാനം മാറ്റി കുത്തണം. 0.263 എന്ന് കിട്ടും. നമ്മളതിനെ എങ്ങനെ എഴുതും? 0.263 എന്ന് നമ്മൾ എഴുതും. ഇതാണ് നമ്മുടെ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ 42/1000. ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഈ 42 നമ്മൾ എഴുതും. ഇവിടെ എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കണ്ടേ? 1 2 3 പൂജ്യമില്ലേ? അതായത് ഇവിടെ ആൻസറിൽ 3 സംഖ്യകൾ വേണം അല്ലേ? ഇവിടെ 3 പൂജ്യം ഉണ്ടോ എന്നുള്ളത് കൊണ്ട് ഇവിടെ ആൻസറിൽ 3 സംഖ്യകൾ വേണം. ഇവിടെ ഓൾറെഡി 2 ഉള്ളു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 0 ഇട്ടു. ഇപ്പോൾ എത്ര സംഖ്യകളായിട്ട് മാറി? 1 2 3 ആയല്ലോ. ഇനി എന്ത് ചെയ്യണം? 1 2 3 നമ്പറുകൾ. അതായത് ഇത്രയും 3 നമ്പറുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ റൈറ്റിൽ നിന്നും 3 പൂജ്യം ഉള്ളതുകൊണ്ട് 3 നമ്പറുകൾ 1 2 3 നമ്പറുകൾ കഴിഞ്ഞ് നമ്മൾ കൊത്തിയിടും. അതായത് നമുക്ക് 0.042 എന്ന ആൻസർ കിട്ടും.
നിങ്ങൾക്ക് ഏകദേശം പിന്നെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന് ഡെസിമൽ ഫോമിലോട്ട് മാറ്റാനായിട്ട് പഠിച്ചുള്ള ദശാംശ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.